ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഉരുളക്കിഴങ്ങ് ചോറാണ്. നല്ല ടേസ്റ്റ് ആയിട്ടും സൂപ്പർ ആയിട്ടുള്ളൊരു സാധനമാണ്. മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ നല്ലൊന്ന് കാഞ്ഞു വന്നതും താളിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 സ്പൂണ് കടുകും 1/2 സ്പൂണ് ജീരകോട്ടുണ്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു വെല്ലുള്ളി പൊടിയായി അരിഞ്ഞതാണ്, അതും ഇട്ടിട്ട് നല്ലോണം കണ്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് കളർ മാറിയാൽ മതിയേ. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ 2 വലിയ സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതും ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടേ എല്ലാം കൊണ്ട് ഇളക്കിയെടുക്കുക. ഒന്ന് അടച്ചു കൊടുത്തിട്ട് വേവിക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അടച്ചു കൊടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുക്കാൻ മറക്കണ്ട, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ വെന്ത് വരണേ. ഇനി അടുപ്പൊന്ന് സിമ്മിലേക്ക് വെച്ചിട്ടേ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ പട്ടഗ്രാമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ആ പൊടികളുടെ ഒക്കെ പച്ച സ്മെല്ല് പോണ വരെ ഇളക്കിയെടുക്കണേ. ഇപ്പം നമ്മുടെ പൊടിൻ്റെ സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ എടുത്തു വെച്ച തനിயாக ഞാനിത് ഊറ്റി വെച്ച ചോറാണേ, അതും ഇട്ട് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങും മസാലയും ചോറും ഒക്കെ പാടൊന്നുണ്ടാക്കി ഇളക്കി വെച്ചിട്ട് കുറേശ്ശെ മല്ലിത്തളി മേലൊക്കെ തൂക്കിയിട്ട് അടുപ്പ് അങ്ങോട്ട് ഓഫാക്കുക. ഇതാ ഇതുള്ളൂ പണി. പെട്ടെന്ന് പണി തീരും പറഞ്ഞിട്ടേ ടേസ്റ്റിന് ഒരു മാറ്റമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം.